നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിന് 2 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ അനുവദിച്ചേക്കുമെന്ന റിപ്പോർട്ട്. കൊച്ചുവേളി, ബംഗളൂരു, ശ്രീനഗർ, കന്യാകുമാരി എന്നീ സർവീസുകളാണ് കേരളത്തിന് ലഭിക്കാൻ സാധ്യതയുള്ളതെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇത് റെയിൽവേ ബോർഡിന്റെ സജീവ പരിഗണനയിലാണ്. ശ്രീനഗറിലേക്കുള്ള ട്രെയിൻ കന്യാകുമാരിയിൽ നിന്ന് കൊങ്കൺ വഴിയാകും സർവീസ് നടത്തുക. ആഴ്ചയിൽ 3 ദിവസമാകും ഈ ട്രെയിൻ സർവീസ് ഉണ്ടാവുക. അധികം വൈകാതെ തന്നെ സർവീസ് ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് റെയിൽവേ. സ്ലീപ്പർ കോച്ചുകളുടെ നിർമ്മാണം ഫാക്ടറിയിൽ പുരോഗമിക്കുകയാണ്. ഡിസംബറോടെ 10 ട്രെയിനുകളുടെ നിർമ്മാണം പൂർത്തിയാകും. ആദ്യ ട്രെയിനുകൾ പുറത്തുവരുന്നതോടെ തന്നെ കേരളത്തിൽ നിന്നുള്ള സർവീസുകൾ ആരംഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് കേരളത്തിൽ മികച്ച വരുമാനമാണ് ലഭിക്കുന്നത്. കേരളത്തിന് ആദ്യഘട്ടത്തിൽ സ്ലീപ്പർ ട്രെയിനുകൾ നൽകാൻ ഇതും ഒരു കാരണമായെന്നാണ് സൂചന. രാജധാനി ട്രെയിനുകളുടെ മാതൃകയിൽ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത കോച്ചുകളായിരിക്കും സ്ലീപ്പർ ട്രെയിനുകളിൽ ഉണ്ടാവുക. സുരക്ഷയുടെയും സൗകര്യങ്ങളുടെയും കാര്യത്തിലും മുന്നിട്ട് നിൽക്കും. ഇന്ത്യൻ റെയിൽവേയുടെ തലവര മാറ്റിയ ട്രെയിനുകളാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. സർവീസ് ആരംഭിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ 2 കൈയും നീട്ടിയാണ് യാത്രക്കാർ വന്ദേ ഭാരതിനെ സ്വീകരിച്ചത്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വരും വർഷങ്ങളിൽ കൂടുതൽ സർവീസ് ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റെയിൽവേ. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിലുള്ള 2ാമത്തെ ഹുബള്ളി ധർവാഡ് വന്ദേ ഭാരത് 1 വർഷം പൂർത്തിയാകുമ്പോൾ റെയിൽവേയുടെ ഖജനാവിലെത്തിച്ചത് 28 കോടി രൂപയാണ്. ബംഗളൂരു നഗരത്തെയും ധർവാഡിനെയും ബന്ധിപ്പിക്കുന്ന ഈ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ ദക്ഷിണ കർണാടകയിലും വടക്കൻ കർണാടകയിലുടനീളമുള്ള യാത്രക്കാരിൽ നിന്ന് കാര്യമായ പ്രോത്സാഹനമാണ് നേടിയെടുത്തത്. ട്രെയിൻ യാത്ര ആരംഭിച്ചത് മുതൽ യാത്രക്കാർക്ക് ശരിക്കും ഒരു അനുഗ്രഹമായി മാറിയെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ശരാശരി 85% സീറ്റുകളും ബുക്ക് ചെയ്താണ് യാത്ര ആരംഭിക്കുന്നത്. മടക്കയാത്രയിൽ ഇത് 83%. സാമ്പത്തികമായി റെയിൽവേയുടെ ഖജനാവ് നിറയ്ക്കാനും വന്ദേ ഭാരതിന് സാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.